നമസ്കാരം. കോഹിനൂർ ജെംസ് നിങ്ങളുടെ ഇന്നിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു ഫാങ്ഷുയ്സ് സംബന്ധിച്ച ശാസ്ത്രീയമായ എല്ലാ സംശയങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ തത്സമയം വിളിക്കാൻ, ലൈൻ കിട്ടാത്ത പ്രേക്ഷകർക്ക് SMS വഴി സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നമസ്കാരം. കോഹിനൂർ ജെംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. പേര് പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഷീബ. ഞാൻ ദുബായിൽ വിളിക്കുന്നു. ശരി. മോളുടെ ജാതകത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. ഡേറ്റ് ഓഫ് ബർത്ത് പറയും. ഡേറ്റ് ഓഫ് ബർത്ത് 27 ഫെബ്രുവരി 2009, 12:06. ടൈമിംഗ് എപ്പോഴും പകലാണോ? ഉച്ച പകല്. ജനിച്ചസ്ഥലം പാലക്കാട്. എന്താണ് അറിയേണ്ടത്? ജാതകം എങ്ങനെയുണ്ട്, പഠിക്കാനുള്ള യോഗം ഉണ്ടോ, അച്ഛനും അമ്മയ്ക്കൊക്കെ എങ്ങനെ യോഗം, ഭാവി അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഉത്രട്ടാതിയാണോ നക്ഷത്രം? ഉത്രട്ടാതിയാണ്. ഇതിനകത്ത് ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 9ആണ്. അപ്പം പല കാര്യങ്ങൾക്ക് 9-ാം തീയതി അല്ലെങ്കിൽ 18-ാം തീയതി അല്ലെങ്കിൽ 27-ാം തീയതിയൊക്കെ സെലക്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നേരത്തെ കണ്ട ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഉത്രട്ടാതിക്കാർക്കെല്ലാം ഇപ്പോൾ പൊതുവെ അനുകൂലമായ ഒരു സമയം തന്നെയാണ്. കാരണം ഇതിനകത്തിപ്പം ശനിയുടെ ദോഷമൊന്നുമില്ല, വ്യാഴം അനുകൂലമായ സ്ഥാനത്താണ്. ഇതിനകത്ത് ബുധൻ നിൽക്കുന്നത് ഒരു നീചഗ്രഹത്തിൻ്റെ കൂടാണ്, 2 നീചഗ്രഹങ്ങളുടെ കൂടാണ്. അത് മാത്രമല്ല വ്യാഴം നീചത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ 3 നീചഗ്രഹങ്ങളുടെ കൂടാണ് ബുധൻ നിൽക്കുന്നത്. അപ്പോൾ വിദ്യാകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ജാതകമാണ് ഭാവിയിൽ. ഇപ്പം കൊച്ചുകുട്ടിയല്ലേ, ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഭാവിയിൽ. കാരണം ബുധൻ നിൽക്കുന്നത് രാഹു, ചൊവ്വ, നീചത്തിൽ നിൽക്കുന്ന ബുധൻ വ്യാഴം, ഇങ്ങനെ 3 നീചഗ്രഹങ്ങളുടെ കൂടാണ് നിൽക്കുന്നത്. അപ്പോൾ ബുധന് ബലം കുറയും ഈ നീചഗ്രഹങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ. ഈ കുട്ടിയെ സംബന്ധിച്ചോളം ഭാവിയിൽ നല്ലപോലെ ഭാവി നല്ലപോലെ പഠിക്കുകയും ചെയ്യും. കാരണം 2-ാം ഭാവത്തിൻ്റെ അധിപൻ കൂടാണ് ബുധൻ. അപ്പോൾ അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ മാത്രം മതി. ഇതിനകത്ത് ശുക്രൻ നിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിലാണ്. അങ്ങനെയുള്ളവർ വളരെ ആഡംബരപൂർണമായ ജീവിക്കണം. ഭാവി ജീവിതമൊക്കെ വളരെ ശോഭനമായിരിക്കും. അതുപോലെ 7-ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹഭാവമാണ്. അതിൻ്റെ അധിപൻ ചൊവ്വയാണ്. അത് ഏറ്റവും ഉച്ചത്തിലാണ് നിൽക്കുന്നത്, 100% ബലത്തിനാണ്. അപ്പോൾ ആ ജീവിതമൊക്കെ വളരെ ശോഭനമായിരിക്കും. ഈ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഈ 3 നീചഗ്രഹങ്ങളിലൂടെ ബുധൻ നിൽക്കുന്നതുകൊണ്ട് അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇതിനകത്ത് ഇപ്പം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ കൊച്ചുകുട്ടിയായതുകൊണ്ട് കുഞ്ഞിന് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, പ്രത്യേകിച്ച് ബുധനാഴ്ച. കാരണം ബുധനാഴ്ച പ്രാർത്ഥിക്കുക കുഞ്ഞിന് വേണ്ടി. അതുപോലെ ഒരു 1 തൊട്ട് 2 വരെ കാരറ്റ് മരതകം വെള്ളി ലോക്കറ്റ് ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഇതിനകത്ത് പച്ച രശ്മിയാണ് ആ കുട്ടിയുടെ ഓറയിൽ കുറവുള്ളത്. ആ ഓറയിലെ കുറവ് നമ്മൾ പരിഹരിക്കുകയാണ് ഈ രത്നം ധരിച്ച്. ആ രത്നത്തിൽ കൂടെ ആ പച്ച റേസ് നമ്മൾ ശരീരത്തിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന പോലെയാണ്. അപ്പം അതിൻ്റെ ഫലമൊക്കെ പെട്ടെന്നാണ്. ഭാവിയിൽ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ജാതകമാണ്. കാരണം ശുക്രൻ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്നുണ്ട്, ചന്ദ്രൻ നിൽക്കുന്നത് 11-ലാണ്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അതുപോലെ വിവാഹ ജീവിതം നല്ലതാണ്. ഈ പറഞ്ഞ വിദ്യയുടെ കാര്യത്തിൽ മാത്രം എപ്പോഴും ഒരു സപ്പോർട്ട് വേണ്ടി വരും. ചോദിച്ചോളൂ. ഈ ജാതകത്തിലോ? അത് വന്നിട്ട് 24 ജനുവരി 1977. ജനന സമയം വൈകുന്നേരം 7:15 തൊട്ട് 7:30 വരെ. സ്ഥലം? ജനനസ്ഥലം ബാംഗ്ലൂർ. സമയത്ര പറഞ്ഞേ? 7:15 മുതൽ 7 വരെ വൈകുന്നേരം. 24 ജനുവരി 1977. ബാംഗ്ലൂർ. ആരുടെ?
ഇതെന്റെ ബ്രദറിന്റെയാണ്. അപ്പൊ ഇതിന് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ഒരു ഉദ്ദേശിക്കുന്നുണ്ട്. ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് വാങ്ങിക്കാൻ പറ്റിയ സമയമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണോ? ഉത്തരട്ടാതിയാണ്. ഇപ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഇപ്പം സ്ഥലമൊക്കെ വാങ്ങിക്കാൻ പറ്റിയ സമയം എന്താണ്? പക്ഷേ ഈ 2 മാസത്തിനകം വാങ്ങിക്കണം. 15/7/2015 മുമ്പേ വാങ്ങിക്കണം. 15/7 കഴിഞ്ഞാൽ വ്യാഴം, ധനത്തിൻ്റെ അധിപനായ വ്യാഴം ശത്രുസ്ഥാനത്തേക്ക് മാറും. അപ്പോൾ ഈ വസ്തുക്കളോ വീടുകളോ ഒന്നും വാങ്ങിക്കാൻ പറ്റിയ സമയമല്ല, ധനനഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പക്ഷേ അറ്റ് പ്രസൻറ്റ് ഈ 15/7 വരെ ഈ ഇതിന് ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ്. ശനിയുടെ ദോഷങ്ങളൊന്നുമില്ല, വ്യാഴം അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ വീടൊക്കെ വാങ്ങിക്കാം. ഓക്കെ. വിശദമായ പരിശോധനയ്ക്ക് ആർ ബാബു നരേന്ദ്രൻ നേരിട്ടും വിളിച്ച് കൺസൾട്ടേഷൻ എടുക്കുന്നത് ഉചിതമായിരിക്കും. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറയൂ. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. ഹലോ, നമസ്കാരം, പേര് പറയൂ. എന്റെ പേര് എൽസി ജോ. എൽസി എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ദുബായ് കടമ. ശരി, പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 10/4/1964. 64. സമയം സ്ഥലവും? സമയം 2:30 PM. അടൂർ. 64. 10/4/1964 2:30 PM അടൂരിലാണ് ജനനം. ടിവിയുടെ വോളിയം പൂർണ്ണമായി കുറയ്ക്കാമോ? ടിവിയുടെ വോളിയം കുറച്ചു ഫോണിൽ മാത്രം ശ്രദ്ധിക്കൂ. ഓക്കെ. പൂരോട്ടാതിയാണ് നക്ഷത്രം? അറിയത്തില്ല, കാർത്തികയാണോ പറയുന്നത്, അറിയത്തില്ല. അല്ല, പൂരോട്ടാതി തന്നെ. ഈ ഡേറ്റ് ആണെങ്കിൽ 10/4/64 2:30 PM ആണെങ്കിൽ പൂരോട്ടാതി തന്നെയാണ്. ടിവിയുടെ വോളിയം പൂർണ്ണമായി കുറയ്ക്കൂ, ഫോണിൽ മാത്രം ശ്രദ്ധിക്കൂ. എന്താ അറിയണ്ടേ? എന്റെ ഭാവി കാര്യങ്ങളൊന്ന് അറിയണം, പിന്നെ എന്റെ ബന്ധുത്വങ്ങളൊന്ന് അറിയണം. ഇപ്പം ഏതായാലും കണ്ടകശനി എന്ന് പറഞ്ഞൊരു ചീത്ത സമയമാണ്. എല്ലാ കാര്യങ്ങളും, തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ സാമ്പത്തികമായ കാര്യങ്ങളിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയമാണ്. കാരണം വ്യാഴം എന്ന് പറഞ്ഞാൽ ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാനം, സന്തോഷം തരേണ്ട ഗ്രഹമാണ്. അത് ശത്രുസ്ഥാനത്താണ് ഇപ്പം നിൽക്കുന്നത്. അതേസമയം ഭാവിയിൽ ഈ ജാതകം വളരെ നന്നായിരിക്കും. കാരണം സൂര്യന് 90% ബലത്തിലാണ് നിൽക്കുന്നത്. ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ 11ാം ഭാവത്തിൽ നിൽപ്പുണ്ട്. 10ൽ വ്യാഴം നിൽപ്പുണ്ട്. ഇതെല്ലാം അനുകൂലമായ ഘടകങ്ങളാണ്. ഭാവി ഏതായാലും ശോഭനമാണ്. ഈ കണ്ടകശനി കഴിയുന്നതോടുകൂടി നിങ്ങളുടെ അതായത് സെപ്റ്റംബർ 2015 ശേഷം പൊതുവെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും. ബ്ലൂ സഫയർ ആണ്. റൂബി ഏതായാലും ഓപ്പോസിറ്റ് സ്റ്റോണൊന്നുമല്ല, ധരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബർത്ത് സ്റ്റോൺ ബ്ലൂ സഫയർ ആണ്. ലക്കി സ്റ്റോൺ യെല്ലോ സഫയർ ആണ്. എൽസിക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിശദമായ പരിശോധനയ്ക്ക് ആർ ബാബു നരേന്ദ്രൻ നേരിട്ട് വിളിച്ചും കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. ഇത്രത്തോളം ശാസ്ത്രീയത ഉണ്ടായിട്ടും പകുതി പേര് വിശ്വസിക്കുന്നു, പകുതി പേര് വിശ്വസിക്കുന്നില്ല. അതെന്താണ്, എന്തുകൊണ്ടായിരിക്കാം? പകുതി പേരിൽ 90% പേരും വിശ്വസിക്കുന്നത്, 10% പേരേ ഉള്ളൂ വിശ്വസിക്കാത്തത്. എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ഞാൻ പോലും കേൾക്കാത്ത ചില രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരൊക്കെ വരുന്നുമുണ്ട് എന്നെ കാണാൻ. ഞാൻ വളരെ അത്ഭുതത്തോടു കൂടി കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്പർ കിട്ടി നോക്കുമ്പോഴത്തേക്കും ഓരോ ആൾക്കാർ, അതായത് മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഉള്ള ആൾക്കാർ ഇവിടെ, പ്രത്യേകിച്ച് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എമിറേറ്റ്സിലെ ക്യാബിൻ ക്രൂ മുഴുവൻ ലോകത്തുള്ള അനവധി രാജ്യങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളാണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കൂട്ടത്തോടെയാണ് വരുന്നത്. അത് നോക്കുമ്പോഴത്തേക്ക് ഒരാൾ ആഫ്രിക്കക്കാരിയായിരിക്കും, ഒരാൾ ചൈനക്കാരിയായിരിക്കും, ഒരാൾ ജപ്പാൻകാരിയായിരിക്കും, ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ. അപ്പം ഇതിനകത്ത് ഇന്ത്യൻ ഈ പ്രഡിക്ഷൻ സിസ്റ്റത്തെ പറ്റിയുള്ള വിശ്വാസം കൂടുന്നതുകൊണ്ടായിരിക്കുമല്ലോ തീർച്ചയായും ഇവർ വരുന്നത്. ഒരാൾ വരുന്ന നമ്മൾ എന്താ പറയുന്നു, അത് അവർക്ക് തൃപ്തികരമായില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇത് കൊള്ളത്തില്ല എന്നുള്ള രീതിയിലല്ലേ സംസാരിക്കും. ഇതങ്ങനല്ല, നേരെ തിരിച്ചാണ് സംസാരിക്കുന്നത്.
അപ്പം ഇതിൻ്റെ ശാസ്ത്രീയത കൂടിക്കൂടി വരികയാണ് വാസ്തവത്തിൽ. പ്രത്യേകിച്ചും ഏഷ്യൻ സിസ്റ്റം ഓഫ് ആസ്ട്രോളജിയുടെ ഇത് പ്രചാരം കൂടിക്കൊണ്ടിരിക്കുകയാണ് നാൾക്ക് നാൾ. ഏത് രംഗത്താണെങ്കിലും ഇത് ഉപകരിക്കുന്നതാണ്. എല്ലാ കാര്യത്തിലും ഉപകരിക്കുന്നതാണ്. വിവാഹത്തെ പറ്റിയായാലും ധനത്തെ പറ്റിയായാലും ജോലിയെ പറ്റിയായാലും അസുഖം, രോഗങ്ങൾ, ദീർഘായുസ്, ഇതെല്ലാത്തിനെ പറ്റിയും നമുക്ക് ഉത്തരം പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ചില ആൾക്കാർ കേട്ടിട്ട് പോകുന്നത്, വിദേശികൾ പ്രത്യേകിച്ചും. ഇപ്പോൾ ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഏഷ്യക്കാർ ഇതിനെപ്പറ്റി കുറേ അവയർനെസ് ഉള്ളവരാണ്. പക്ഷേ മറ്റുള്ളവർക്ക് എല്ലാം അവർ സൂര്യാധിഷ്ഠിതമായ ഏരിയസ്, സ്റ്റാറസ്, ജെമിനി എന്ന് പറയുന്ന ആ സിസ്റ്റത്തിൽ മാത്രം അറിഞ്ഞുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ അതിനേക്കാൾ കുറേ കൂടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അത് വളരെയധികം ആൾക്കാർക്ക് വളരെ താല്പര്യം വരുന്നുണ്ട്. ഇതിൻ്റെ പ്രചാരം കൂടിക്കൊണ്ടിരിക്കുക എന്നാണ് എൻ്റെ അനുഭവം. ശരി, എന്തായാലും നമുക്ക് തിരിച്ചു വരാം. നമസ്കാരം, കോഹിനൂർ ജെംസ് നിങ്ങളുടെ ഇടയിലേക്ക് സ്വാഗതം. പേര് പറയൂ. ദീപ പറയൂ. പറഞ്ഞോളൂ പറഞ്ഞോളൂ. തീയതി പറഞ്ഞില്ല. ഒക്ടോബർ 96 തീയതി, ഡേറ്റ് 11 ഒക്ടോബർ 96, സമയം, സ്ഥലം. എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ. അത്തം നക്ഷത്രം എന്താ അറിയേണ്ടത്? ഇപ്പോഴത്തെ സമയം കല്യാണം ആലോചിക്കുന്നതിനൊക്കെ അതൊക്കെ നല്ലത്. വിദ്യാഭ്യാസം, ജോലി, അങ്ങനെ ടീച്ചറും എല്ലാ കാര്യങ്ങളും. ഓക്കെ ഓക്കെ ഓക്കെ. അത്തം നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പം പൊതുവെ വ്യാഴം അനുകൂലമാണ്, ശനി അനുകൂലമായ സ്ഥാനത്ത് തന്നെയാണ്. നല്ല യോഗങ്ങളൊക്കെ ഉള്ള ജാതകമാണ്. ഭദ്രയോഗം എന്നുള്ള യോഗമുണ്ട്. പഠിക്കുകയല്ലേ? അപ്പം വിദ്യാഭ്യാസത്തിനൊക്കെ ഇപ്പം നല്ല ഭദ്രയോഗമുള്ള ആൾക്കാർ നല്ല ഉന്നതമായ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകണമെന്നാണ്. ആ, അപ്പം പഠിക്കുന്ന അതിന്റെ നമ്മളെ കൂടെ അല്ല, അതിന്റേതായ ടെൻഷനും അതൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ പഠിക്കുന്നതിന്റെ അതിന്റേതായ സമയങ്ങൾ ഇപ്പൊ എങ്ങനെയാണ് പോകുന്നതും അതൊന്ന് ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണ്? ഏതായാലും ഈ 15/7 വരെ അനുകൂലമാണ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. 15/7/2015, അത് 2 മാസം കൂടെ ഉണ്ട്. ആ സമയത്ത് വ്യാഴം അനുകൂലമാണ്. അതിനുശേഷം അതിൻ്റെ ടെൻഷനൊക്കെ കുറേശ്ശെ കാണും. വ്യാഴം പ്രതികൂലമായിരിക്കുമ്പോഴത്തേക്ക് മനസ്സമാധാനമൊക്കെ കുറയുന്ന ഒരു ഇതാണ് ഇതിനകത്ത്. ഈ അതായത് പഠിത്തത്തിലെ സ്ട്രെസ്സും സ്ട്രെയിനും കൊണ്ട് മനസ്സമാധാനമൊക്കെ കുറയുന്ന ഇത് ആണ്. അത് കഴിഞ്ഞാൽ നല്ലതാണ്. എങ്ങനെ? ടൈം ബി അല്ലല്ല, 2 മാസം കൂടെ വലിയ കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ ഇത് കൂടും. അതായത് അതെ, വ്യാഴം 11 നിൽക്കുകയാണ്. വ്യാഴം 11 നിൽക്കുമ്പോൾ നല്ല സ്ഥാനമാണ്. 12ലേക്ക് വരുമ്പോഴത്തേക്ക് അത് വ്യയസ്ഥാനം, നമ്മൾ നിന്ന് പല നല്ല കാര്യങ്ങളും പോവുകയാണ്. സ്ട്രെസ്സ്, സ്ട്രെയിന് ഇതൊക്കെ വരുന്ന സമയമാണ്. അത് 2016 ജൂലൈക്ക് ശേഷം മാത്രമേ അത് അനുകൂലമാവുകയുള്ളൂ. പിന്നെ നല്ലതായിരിക്കും. കാരണം ആകെ ഒരു വിദ്യ എന്താ പിന്നെ എങ്ങനെ ഇതിനകത്ത് 7ാം ഭാവത്തിൻ്റെ അധിപൻ ബുധനാണ്. 7ാം ഭാവം എന്ന് പറഞ്ഞാൽ വിദ്യാഭാവമാണ്. അപ്പം ബുധനുമായിട്ട് ബന്ധപ്പെട്ട കാലത്താണ് വിവാഹം നടക്കുക. ഇപ്പം രാഹുദശ നടക്കുകയാണ്. രാഹുദശ എന്ന് പറയുന്നത് രാഹുദശത്തിന് വിവാഹം നടക്കും. രാഹുദശ 2019 2022 മധ്യേ ബുധൻ്റെ അപഹാരമാണ്. അപ്പോൾ ബുധൻ എന്ന് പറയുന്നത് ഇതിനകത്ത് 7ാം ഭാവം വിവാഹഭാവത്തിൻ്റെ അധിപനാണ്. ആ സമയത്ത് വിവാഹം നടക്കും.
2019-നും 2022-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ ബുധൻ്റെ അപഹാരം സബ് പീരീഡ് എന്ന് പറയും. രാഹുദശ ആദ്യത്തന്നെ രാഹുദശയിൽ ഇതിനകത്ത് നടക്കണം. രാഹു എന്ന് പറയുന്ന ഗ്രഹത്തിന് സ്ത്രീയെയും പുരുഷനെയും യോജിപ്പിക്കാൻ കഴിവുള്ള ഒരു ഗ്രഹമാണ്. അതിൽ തന്നെ രാഹുദശ എന്ന് പറഞ്ഞാൽ 18 വർഷമാണ്. ഈ 18 വർഷത്തെ നമ്മൾ 9 ഗ്രഹങ്ങളുടെ സ്വാധീനമുള്ള സമയമായിട്ട് വിഭജിക്കുന്നതിനെയാണ് അപഹാരം അല്ലെങ്കിൽ സബ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ ഏറ്റവും അനുകൂലമായ സമയം, വിവാഹത്തിനുള്ള സമയം എന്ന് പറയുന്നത് ബുധൻ, അതാണ് 7ാം ഭാവത്തിൻ്റെ അധിപൻ. ആ 7ാം ഭാവത്തിൻ്റെ അധിപനായ ബുധൻ്റെ സബ് പീരീഡ് എന്ന് പറയുന്നത് 2019 ഡിസംബർ മുതൽ ജൂലൈ 2022 വരെയാണ്. ആ കാലഘട്ടത്തിൽ വിവാഹം നടന്നിരിക്കും. അതെ, 20, 21, 22. അതെ അതെ. ആൾ കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ്, മാത്തമാറ്റിക്സ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വലിയ വിദഗ്ധനൊക്കെ ആകാൻ സാധ്യതയുള്ള ആളാണ്. എന്താ? ആ, കാരണം 7ാം ഭാവത്തിൻ്റെ അധിപൻ ബുധനാണ്. ബുധനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അതായിക്കോട്ടെ. ഇപ്പം മെഡിസിൻകാരിപ്പോൾ എഞ്ചിനീയർമാരെ കല്യാണം കഴിക്കുന്നില്ലേ? ദീപയ്ക്ക് ഏറ്റവും അനുകൂലമായ ചുവപ്പ് കളർ ഏറ്റവും അനുകൂലമാണ്. ഒക്ടോബർ 11. 2 ഏറ്റവും നല്ല നമ്പറാണ്. 1 ഏറ്റവും നല്ല നമ്പറാണ്. ഉപയോഗിച്ച് 8 ഉപയോഗിക്കാൻ പാടില്ല, 4 ഉപയോഗിക്കാൻ പാടില്ല. എന്തായാലും ദീപയ്ക്ക് വിശദമായ ഒരു പരിശോധന ആവശ്യമായിരിക്കുന്നു. ജാതകത്തിൽ വീണ്ടും ബാബു നരേന്ദ്രൻ നേരിട്ട് വിളിച്ച് കൺസൾട്ടേഷൻ എടുക്കുന്നത് ഉചിതമായിരിക്കും. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറയും. നമസ്കാരം, പേര് പറഞ്ഞോളൂ. ശരി, പറയൂ. തൃശ്ശൂരിൽ 6:30 PM തൃശ്ശൂർ. 1977 ജനുവരി 23, 1977 6:30 PM തൃശ്ശൂർ ജില്ല. എന്തിനെ കുറിച്ചാണ് അറിയേണ്ടത്? ചോദിച്ചോളൂ വിശദമായി. പൂരുട്ടാതിയാണോ? ഇപ്പോഴത്തെ സമയം അത്ര അനുകൂലമല്ല. ജോലിയൊന്നും മാറാൻ പറ്റിയ സമയമല്ല. വ്യാഴം പ്രതികൂല സ്ഥാനത്താണ്. കണ്ടശനിയുണ്ട്. ഇതൊന്നും അനുകൂലമായ ഒരു കാലഘട്ടമല്ല ജോലി മാറാൻ. ജോലി മാറണമെങ്കിൽ ഏറ്റവും നല്ല സമയം 2017 സെപ്റ്റംബറിന് ശേഷം മാറുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കണ്ടശനി കാലത്തൊക്കെ ജോലി മാറ്റമൊക്കെ പോയി കഴിഞ്ഞാൽ ഉള്ള ജോലിയൊക്കെ ആയാലും മോശമായ ജോലി കിട്ടാൻ മാത്രമേ സാധ്യതയുള്ളൂ. നല്ല ജോലി കിട്ടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. ഭാഗ്യരത്നം യെല്ലോ സഫയറാണ്. യെല്ലോ സഫയർ ഒരു 3 തൊട്ട് 4 വരെ കാരറ്റ്, വലത്തെ കയ്യിൽ ചൂണ്ടുവിരലിൽ. വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ധരിക്കുക. 5 ഏറ്റവും അനുകൂലമായ സംഖ്യ. ഇതാ നിറം യെല്ലോ കളർ ഏറ്റവും അനുകൂലമാണ്. ഓക്കെ, പ്രേക്ഷകർക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. സാധാരണ നമുക്കിപ്പോൾ പ്രേക്ഷകരോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ ഭാവി അറിയണം, അല്ലെങ്കിൽ മുൻപോട്ട് ഇപ്പോഴത്തെ സമയം അറിയണം. സാമ്പത്തികമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയേണ്ടത് എന്താണ്? പ്രധാനമായിട്ട് ഓറയിലെ ഏതെങ്കിലും ഏറ്റവും കുറവെന്ന് വെച്ചാൽ ഭാഗ്യം എങ്ങനെ നിൽക്കുന്നതാണ് പ്രധാനമായിട്ട് അറിയേണ്ടത്. ഈ മറ്റെന്താ, ഇപ്പം നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, നല്ല ആത്മാർത്ഥമായ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇവർക്കെല്ലാം ഭാഗ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് പലപ്പോഴും അവർ അർഹിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ ലഭിക്കാതിരിക്കുന്നത്. ധനമായാലും ഭാഗ്യമായാലും എല്ലാം, ആരോഗ്യം, ഇതെല്ലാം ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഭാഗ്യം എങ്ങനെ ഇരിക്കുന്നു എന്നതിന് ശേഷം മാത്രമേ മറ്റു കാര്യങ്ങളെപ്പറ്റി നോക്കേണ്ട കാര്യമുള്ളൂ. ഭാഗ്യം വർദ്ധിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പിന്നാലെ വരും, അനുകൂലമായിട്ട് വരും. ഭാഗ്യമില്ലെങ്കിൽ എന്തെല്ലാം ഉണ്ടായാലും
അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കാതെയും പോകും. നേരത്തെ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞു, ബുധനാണ് അതിൻ്റെ, ബുധനെ ബേസ് ചെയ്തിട്ട് എമറാൾഡ് ധരിക്കണം പറഞ്ഞു. അപ്പം ഗ്രീനിൻ്റെ കാര്യം പറഞ്ഞു, പച്ച. അപ്പോൾ പച്ച ഡ്രസ്സുകളിൽ പച്ച ബന്ധപ്പെട്ട പച്ച ഏറ്റവും അനുകൂലമാണ്, എല്ലാം അനുകൂലമാണ്, പച്ച എല്ലാം അനുകൂലമാണ്, അതിൻ്റെ എനർജി കൂട്ടാൻ. അതുപോലെ നമ്പർ, സംഖ്യയുടെ കാര്യം എങ്ങനെയാണ്? സംഖ്യ ജനിക്കുമ്പോഴുള്ള സംഖ്യ ഇപ്പോൾ 23-ാം തീയതി ജനിച്ചെങ്കിൽ ആ കുട്ടിയുടെ സംഖ്യ എന്ന് പറയുന്നത് 3, 2, 5 ആണ്. കാരണം ബേസിക് നമ്പേഴ്സ് 9 വരെ ഉള്ളല്ലോ. അപ്പോൾ ഏത് നമ്പർ നമ്മൾ കൂട്ടി 1 to 9 ആക്കി എടുത്തു കഴിഞ്ഞാൽ ആ ബർത്ത് നമ്പറിൻ്റെ പവർ കൂട്ടുകയാണ് ചെയ്യുന്നത്, എക്സെപ്റ്റ് 4 and 8. പ്രധാനപ്പെട്ട രത്നങ്ങൾ ധരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് പോലെ പെട്ടെന്ന് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നത്. രത്നത്തിൻ്റെ ഫലം പെട്ടെന്നാണ്, 41 ദിവസം കൊണ്ടൊക്കെ അറിയാൻ പറ്റും, റിസൾട്ട് അറിയാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ പ്രേക്ഷകർ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ട്? അതിൽ ഷോ വൈൻഡപ്പിൻ്റെ സമയമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ തന്നെയാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം നോക്കുമ്പം ഏത് ഫീൽഡിലാണെന്നുള്ളത് പ്രത്യേകിച്ച് ആരും ചോദിച്ചു കണ്ടില്ല. അപ്പോൾ അത് ചോദിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അവർക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ചിലപ്പം അവർക്ക് ജാതകപ്രകാരം അനുകൂലമായിരിക്കത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് ഡോക്ടർ, എഞ്ചിനീയറായിട്ട് പിന്നെ IAS, IFS പോകുന്നത്. അത് ശരിക്കും വിശദമായി പരിശോധിക്കേണ്ട വിശദമായിട്ട് പരിശോധിക്കേണ്ട 10 പ്ലസ് 2 ഒക്കെ കഴിഞ്ഞ് അടുത്ത പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകുന്ന ഒരു സമയം. അതെ, ആ സമയത്ത് തീർച്ചയായും 10-ന് മുമ്പ് ഇതൊക്കെ ശ്രദ്ധിക്കണം. അതിന്റെ അഭിരുചിക്കനുസരിച്ച് അവർക്ക് അതിലേക്ക് പോകാൻ പറ്റും. 5-ാം ക്ലാസ് 6-ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ തൊട്ടേ ഇത് നോക്കുന്നത് ഏറ്റവും നന്നായി. അതുപോലെ അനുകൂല രത്നങ്ങൾ ധരിക്കുന്നത്, അതുപോലെ രത്നം ചിലർക്ക് ആവശ്യമില്ല. ഇപ്പം 4 ഗ്രഹങ്ങളൊക്കെ ഉച്ചത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്, സൂര്യൻ ഉൾപ്പെടെ നിൽക്കുന്നവർക്ക് രത്നങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അവരുടെ ജീവിതത്തിൽ ഉയർച്ച തന്നെ ഉണ്ടാവുകയുള്ളൂ. അപ്പം അതൊക്കെ പറയാൻ പറ്റും. എന്തായാലും നമുക്ക് ഇത്തരം കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. എന്തായാലും വിശദമായി പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. ഓക്കെ, വെൽക്കം. അതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ, രത്ന, വാസ്തു, ഫാങ്ഷുയി സംബന്ധിച്ച ശാസ്ത്രീയമായ അറിവുകൾക്കും സംശയങ്ങൾക്കും എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9:30 വരെ പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് R. ബാബു നരേന്ദ്ര പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. ഇന്ന് പ്രേക്ഷകർക്ക് ലൈനിൽ കിട്ടാത്ത പ്രേക്ഷകർക്ക് R. ബാബു നരേന്ദ്രയെ നേരിട്ട് വിളിച്ചും കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. അദ്ദേഹം താമസിക്കുന്നത് ബർദുബായിലാണ്. അതുപോലെ കോഹിനൂർ ജംസിൽ നിന്നും അനുയോജ്യ രത്നങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന NTB പ്രേക്ഷകർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭ്യമാണ്. ഞങ്ങളെ ബന്ധപ്പെടാം. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. നമസ്കാരം.